പഴുത്തല്ലോ ചെമ്മുന്തിരി വള്ളി തളിർത്തല്ലോ അത്തിക്കായ്കൾ പഴുത്തല്ലോ ചെമ്മുന്തിരി വള്ളി തളിർത്തല്ലോ ജെറൂശലേമിൻ കന്യകയാളേ വരൂ വരൂ വീണ്ടും ജെറൂശലേമിൻ കന്യകയാളേ വരൂ വരൂ വീണ്ടും അത്തിക്കായ്കൾ പഴുത്തല്ലോ മാതളമലരിൻ മധുവിനുമേലെ മധുരം നിന്നനുരാഗം മാതളമലരിൻ മധുവിനുമേലെ മധുരം നിന്നനുരാഗം ശാരോണിൻ പനിനീരിനുമേറെ പരിമളമാർന്നോരധരം ശാരോണിൻ പനിനീരിനുമേറെ പരിമളമാർന്നോരധരം അത്തിക്കായ്കൾ പഴുത്തല്ലോ ചെമ്മുന്തിരി വള്ളി തളിർത്തല്ലോ ജെറൂശലേമിൻ കന്യകയാളേ വരൂ വരൂ വീണ്ടും അത്തിക്കായ്കൾ പഴുത്തല്ലോ താമരമൊട്ടുകളിണയായി വിരിയും കുളിരോലം നിന്മാറിൽ തലചായ്ച്ചിനി ഞാൻ പകരാം പുതിയൊരു പാട്ടിൻ സുരപില മദ്യം അത്തിക്കായ്കൾ പഴുത്തല്ലോ ചെമ്മുന്തിരി വള്ളി തളിർത്തല്ലോ ജെറൂശലേമിൻ കന്യകയാളേ വരൂ വരൂ വീണ്ടും അത്തിക്കായ്കൾ പഴുത്തല്ലോ അബി നല്ല പാട്ടായിരുന്നു, സൂപ്പർ. ചെറിയൊരു സ്റ്റെപ്പ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നല്ലോ. ഇങ്ങനെ ഡാൻസ് കളിക്കാൻ തോന്നുന്നുണ്ടായിരുന്നോ നിനക്ക് പാടുമ്പോ? ഡാൻസ് കളിക്കാണ്ടായിരുന്നു, ഫാസ്റ്റ് പോലെ തോന്നുന്നുണ്ടായിരുന്നോ? അതുകൊണ്ട് ചെറിയൊരു മൂവ്മെന്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഡാൻസ് കളിക്കണോ നിനക്ക്? ഇപ്പൊ വേണ്ടേ? കളിച്ചു കഴിഞ്ഞോ? പെർഫോമൻസ് കഴിഞ്ഞോ? ഇല്ല. പാച്ചു ചേട്ടാ, ശ്രീതേട്ടാ ഒക്കെ അല്ലേ? വല്ല കുഴമ്പോ തൈലോ എന്തെങ്കിലുമൊക്കെ വേണോ? നിർത്തിയിട്ടില്ല, നോൺ സ്റ്റോപ്പ്. ഞാൻ പറഞ്ഞില്ലേ, ഇവർക്കാണ് കൂടുതൽ ഈ പാട്ട് സ്ട്രെയിൻ. ചില പ്രോഗ്രാമിന് ഈ പാടുന്നവരെക്കാളും കൂടുതൽ സ്ട്രെയിൻ ഓഡിയൻസിനായിരിക്കും. കാര്യം കൂവി അങ്ങ് ക്ഷീണിക്കുക. സൂപ്പർ ഓർക്കസ്ട്ര, അടിപൊളി, അസാധ്യം. പാച്ചവും സംഘവും കിടക്കി. അതെ. ഓക്കെ, ഇനി അബി കിടക്കിയോന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ, ഔസേപ്പച്ചൻ സാർ. അബി നന്നായിട്ട് പാടി. താങ്ക് യു സാർ. അബി കിടക്കി. നമ്മുടെ എന്റെയൊക്കെ വളരെ ചെറുപ്പത്തില് ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഈ അത്തിക്കായ്കൾ ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ അമ്മേനെയോ. എൻ്റെ അമ്മ ഇപ്പൊ ജീവിച്ചിരിപ്പണെങ്കിൽ 110 വയസ്സുണ്ടാവും. പണ്ട് ചെറുപ്പത്തിലെ ഒരു മർഫിയോ റീസയോ ഏതൊരു റേഡിയോ, അതിൽ ഈ പാട്ട് വരും. അന്നൊന്നും ഇത് വേറെ നമ്മൾ പുറത്തൊന്നും കേൾക്കാൻ പറ്റില്ല. അങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ ഈ പഴയ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ എന്തൊരു സുഖം, എന്താ സുഖം. പാടുന്നത് ആരാ? യേശുദാസ് സാറിന്റെ എത്ര പ്രായം ഉണ്ടാവും? 20 വയസ്സോ 22 വയസ്സോ? എന്തൊരു സുഖമാണെന്നറിയോ. നമ്മൾ ആദ്യം അതിനു മുമ്പ് പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ട് പാടി മ്യൂസിക്കലായിട്ടൊക്കെ ഗംഭീരമായിട്ട് പാടുന്നു. ഈ ശബ്ദത്തിന്റെ ഒരു മാധുര്യം
അതാ റേഡിയോയിലൂടെ കേട്ടിട്ട് നമ്മളൊക്കെ ഇങ്ങനെ പിന്നെ കേട്ട് കേട്ട് നമുക്ക് കുറേ നല്ല സാധനം അമൃതായാലും കഴിയുമ്പോൾ നമുക്ക് പിന്നെ പ്രത്യേകത ഒന്നും തോന്നിക്കില്ല. വികാരമൊക്കെ നമ്മുടെ ഇല്ലാണ്ടായിട്ടുണ്ടാവും, സ്റ്റോപ്പായിട്ട് കെട്ടടങ്ങിയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇത് കേൾക്കുമ്പോൾ പക്ഷെ ഇപ്പൊ ആ ഓർമ്മ കിട്ടുകയാണ്. മോനത് പാടിയപ്പോൾ എനിക്കത് കിട്ടിയിട്ടോ, താങ്ക് യു സാർ. നല്ല ഫീലുണ്ടായിരുന്നു. താങ്ക് യു സാർ. സൂപ്പർ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ശരത് സർ, ഹായ് മക്കളെ, എന്തോ സാർ? സുഖാണോ? സുഖാണ്. പിന്നെ മക്കളെ, ഇത് ആരാണ്? ഇതിന്റെ സംഗീതം, രചന, ഇതൊക്കെ പറയും. ഇതിന്റെ മ്യൂസിക് രവീന്ദ്ര മാസ്റ്ററോ? ദേവരാജൻ മാസ്റ്റർ. അതല്ലേ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ലിറിക്സ് ONV കുറുപ്പ് സാർ, പാടിയത് യേശുദാസ് സാറ്, ആൽബം അൽത്താര. ബ്യൂട്ടിഫുൾ. ഇത് ദാസേട്ടൻ പാടി കേൾക്കുമ്പോൾ ഇത് എന്തൊരു സുഖമാണ് മോൻ, അത് പറയാതിരിക്കാൻ പറ്റും. മോന് നന്നായിട്ട് പാടി, സൂപ്പറായിട്ട് പാടി. കായ്കൾ അതൊക്കെ ഭയങ്കര രസമാണ് കേൾക്കാൻ. കായ്കൾ ധീരി അതൊക്കെ ഒരു കായ്കൾ അല്ലല്ല, അത് കായ്കൾ, അതിനകത്താണ് ഒരു ബ്യൂട്ടി ഉള്ളത്. അത് ദാസേട്ടൻ്റെ തൊണ്ടേന്ന് വരുമ്പോൾ അത് ഇരട്ടി മധുരമാണ്. മക്കളെ, ആ ഒരു അനുപല്ലവി പാടാമോ? മാതളമലരിൻ മധുവിനുമേലെ മധുരം നിന്നനുരാഗം. സൂപ്പർ സൂപ്പർ. അതുപോലെ അത് കഴിഞ്ഞിട്ട് ആ മുകളിൽ പോയിട്ടൊരു സംഗതിയില്ല, അതും കൂടെ ഒന്ന് പാടിക്കും. ഒരു ക്ലാരിറ്റി വേണം അവിടെ. ശാരോണിൻ പനി നീരിനുമേറെ പരിമളമാർന്നോരധരം. ഇതൊക്കെ ഉള്ളു കേട്ടോ, അല്ലാതെ അതിനകത്തൊരു ഭീകരാവസ്ഥ ഒന്നുമില്ല മോനെ. ഉഗ്രായിട്ട് തന്നെ പാടി, നല്ല സുഖം ഉണ്ടായിരുന്നു ഈ പാടുന്നത് കേൾക്കാൻ. താങ്ക് യു സാർ. എൻ്റെ കാലം ഇപ്പോഴും ഞാൻ നീ പാടി എൻ്റെ തലയിൽ ഇങ്ങനെ കിടന്ന് ഓടുന്നുണ്ട്. നല്ല ഒരു സുഖമുള്ള ഒരു കോമ്പസിഷൻ. അത് ഈ ലെജൻസ് എല്ലാം കൂടെ ചേരുമ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു പന്ന ഐറ്റം വരത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട. പണ്ടൊക്കെ നമ്മൾ റെക്കോർഡ് മേടിക്കാൻ പോകുമ്പോൾ അവർ ആരൊക്കെ, ദേവരാജൻ മാഷ്, ONV കുറുപ്പ്, യേശുദാസ്, പിന്നെ ചാടി അങ്ങ് വീഴുക അതിലേക്ക്. അപ്പോൾ അത് സൂപ്പറായിരിക്കും. ദക്ഷിണാമൂർത്തി സ്വാമി, ബി ഭാസ്കരൻ മാഷ്, സുശീലാമ്മ, അങ്ങ് മേടിക്കാൻ. നമ്മളത് കേൾക്കേണ്ട കാര്യമില്ല, അത് നന്നായിരിക്കും. അപ്പം എന്തൊക്കെയാലും അങ്ങനെ ഒരു പാട്ട്, നല്ല പാട്ട് എടുത്തുകൊണ്ടൊന്ന് പാടിയതിലും കുറേ സന്തോഷം മോനെ. എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ ഒരാഗ്രഹം കൊണ്ടാണ്, എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടാണ്. എൻ്റെ നൊസ്റ്റാൾജിയൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് തള്ളി വരികയാണ്. ഈ പാട്ട് നിന്റെ ശബ്ദത്തിന് നല്ല സൂട്ടബിളാണ്. നിന്റെ ശബ്ദത്തിന് ഇനിയിപ്പോൾ ഓരോ വരി പാടുമ്പോഴും നീ അന്ന് അവിടെ നിന്ന് പാടിയതിനേക്കാൾ ഒരു ഫീല് കിട്ടിയ മാതിരി തോന്നി. ഇതിന്റെ ആ പല്ലവി മാത്രം, ഇതിന്റെ അർത്ഥം ഒക്കെ ആലോചിച്ചിട്ട്, അത്തിക്കായകൾ പഴുത്തല്ലോ, ചെമ്മുന്തിരി വള്ളി തളിർത്തല്ലോ എന്നൊക്കെ പറയുന്നതിന്റെ ആ ഒരു പോസിറ്റീവ് വൈബൊക്കെ എടുത്തിട്ട് നല്ല ഹാപ്പി ആയിട്ട് സ്നേഹിച്ചുകൊണ്ട് ഇഷ്ടത്തോട് ഈ പാട്ടൊന്ന് പാടാൻ പറ്റും. ചുമ്മാ കേട്ട് ആസ്വദിക്കാൻ വേണ്ടിട്ട്. അത്തിക്കായ്കൾ പഴുത്തൽ, കുറച്ചുകൂടി സ്മൈലിംഗ് ആയിട്ട് വരട. അത്തിക്കായ്കൾ പഴുത്തല്ലോ, നല്ല ഇതാ ഫീൽ വരട്ടെ. അത്തിക്കായ്കൾ പഴുത്തല്ലോ, ചെമ്മുന്തിരി വള്ളി തളിർത്തല്ലോ. അത്തിക്കായ്കൾ പഴുത്തല്ലോ, ചെമ്മുന്തിരി വള്ളി തളിർത്തല്ലോ. ജെറൂശലേമിൻ കന്യകയാളേ, വരൂ വരൂ വീണ്ടും. ജെറൂശലേമിൻ കന്യകയാളേ, വരൂ വരൂ വീണ്ടും. അത്തിക്കായ്കൾ പഴുത്തല്ലോ. ഇപ്പൊ ഏതാണ്ട് ആ ഫീൽ കിട്ടിട്ടോ, നൊസ്റ്റാൾജിയ കിട്ടി. താങ്ക് യു. അഭിനവ്, എന്താ സൂപ്പർ. താങ്ക് യു മാം. കുറേ പ്രാവശ്യം പാടിച്ചു. അതിൽ ഓരോ പ്രാവശ്യവും ഭംഗിയായി വരുമായിരുന്നു പാടുന്നത്. എനിക്കിതിൽ ഒരു കാര്യമേ ഉള്ളൂ മോന, പ്രൊണൗൺസിയേഷൻ ഇല്ലേ? അത്തിക്കായ്കൾ പഴുത്തല്ലോ, അതില് ആ ലാ ക്ലിയർ അല്ല. ലോ, പഴുത്തല്ലോ. ലോ, അത് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴുള്ള എല്ലില്ലേ, അങ്ങനെയാ വരുന്നത്. മലയാളത്തിലെ ലാ വന്നില്ല. അത് കുറച്ചുകൂടെ ഒന്ന് ക്ലാരിറ്റി വരുത്താം. അത്തിക്കായ്കൾ പഴുത്തല്ലോ, അതിനൊരു
കംപ്ലീഷൻ വരുന്നില്ല, ഇല്ലോ എന്നാ വരുന്നത്. അത് കുറച്ചുകൂടി ഒന്ന് ഇപ്പം വേണ്ട, മോൻ ഇരുന്ന് കറക്റ്റ് ചെയ്താൽ മതി. അതുപോലെ എ എന്ന് പാടുന്നത് എ ഈ എന്നാണ് കേൾക്കുന്നത്. എവിടെയായിരുന്നു അത്? കന്യകയാളെ എന്നാ കേൾക്കുന്നത്. അപ്പൊ ആ ഈ ഉ എ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാക്കുകൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. ശരി. ദാസേട്ടൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹം വാക്കുകൾ പറയുന്ന രീതിയാണ്. അപ്പൊ ആ വാക്കുകൾ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. അത് പറയുമ്പോൾ അതിന് ക്ലാരിറ്റി വരുമ്പോഴത്തേക്ക് ആ പാട്ടിന്റെ ഒരു മാറ്റ് കൂടും. ഓക്കെ, അതാണ് ഞാൻ ബാക്കി എല്ലാവരും പറഞ്ഞ കാര്യം തന്നെ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. നല്ല പാട്ട്, നന്നായിട്ട് പാടി. ഈ പ്രൊനൗൺസിയേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു കറക്ഷൻ ആയിട്ട്. ഓക്കെ, അത് നന്നാവട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ശരത് സർ 8.7. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ചേച്ചി 8.7. താങ്ക് യു സർ. സർ ഓക്കെ, സോ ടോട്ടൽ 17.4. ഓക്കെ.